ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ വടക്കൻ വീരഗാഥ എന്ന ചിത്രം ഇറങ്ങി 35 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്ത ദിനമാണിന്ന്. ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈവനിങ് ഷോസ് പലയിടങ്ങളിലും നല്ല ലെവലിലുള്ള ഓറഞ്ച് അലേർട്ട് ബുക്ക് മൈ ഷോയിലൂടെ കാണാൻ കഴിഞ്ഞു. 90ഓളം തിയേറ്ററുകളിലെത്തിയ ഈ ഒരു സിനിമ വളരെ കുറഞ്ഞ ഷോകൾ മാത്രമാണ്. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാള സിനിമയുടെ ഏടുകളിൽ നമുക്കെന്നും നമ്പർ 1 എന്ന് പറയാവുന്ന ഒരു ചിത്രമാണ്. ഇതിന് പകരം വെക്കാനില്ലാത്ത സിനിമ തന്നെയാണ്. ഇതിലെ പ്രകടനം എല്ലാ നടീനടന്മാരും ഒപ്പം ടെക്നീഷ്യൻസുമാരും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും അമ്മാതിരി നമുക്ക് ഒരു സ്വർഗ്ഗതുല്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ എത്തിച്ചു തന്നിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനതിൽ ഒന്നും മോശമായിട്ടില്ല. തുടക്കം മുതൽ എഴുതി കാണിക്കുമ്പോൾ മുതൽ കസേരയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുന്നിടം വരെ 36 വർഷം കടന്നുവെങ്കിലും ഇന്നും സിനിമയുടെ ഫ്രഷ്നെസ് മുന്നോട്ട് പോകുന്നു. ഇന്ന് ഏറ്റവും കൂടുതലായി ചോദ്യം വരുന്നത് സിനിമയുടെ കളക്ഷനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് എതിരാളികളാണേലും അതേപോലെ തന്നെ തിയേറ്ററിൽ പോകാത്ത ഫാൻസുകാർക്കാണേലും അത് കളക്ഷൻ എത്രയെന്ന് അറിയണമെന്നുണ്ട്. കാരണം അവർ തിയേറ്ററിൽ പോവില്ല, എതിരാളികൾക്ക് അത് കുറഞ്ഞു കാണണം. സിനിമയ്ക്ക് വലിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ട്രാക്കേഴ്സ് ആരും തന്നെ ഈ പറഞ്ഞ പോലെ ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു വിട്ടിട്ടില്ല. ഇന്ന് പക്ഷേ നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് 10 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ ആയിരിക്കാം സിനിമയുടെ കേരള കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഈവനിങ് ഷോസ് കഴിയുമ്പോഴത്തേക്ക് 15 ലക്ഷം രൂപ വരെ എത്താനുള്ള ചാൻസുകളുണ്ട്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിലും ഈവനിങ് ഷോസ് നമുക്ക് കൂടുതലും ഓറഞ്ച് അലേർട്ടിലേക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. കഴിഞ്ഞ മമ്മൂട്ടിയുടെ റിലീസുകളിൽ ഒന്നും തന്നെ കാണാത്ത ആ ഒരു ഓറഞ്ച് അലേർട്ട് ഈ സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ഒരു മമ്മൂട്ടി സിനിമയായിട്ടല്ല ജനങ്ങൾ കാണുന്നത്. ഇതൊരു എപ്പിക് എന്ന് തന്നെ പറയാം. അമ്മാതിരി ഒരു സിനിമ തന്നെയാണ് ഇത്. ഇന്ന് കാണുന്നവരും വിസ്മയിക്കപ്പെടും എന്നുള്ളത് തന്നെ യാതൊരു സംശയവുമില്ല. ഒരു കാലഘട്ടത്തിൽ 300 ദിവസത്തിനും മുകളിൽ ഓടിയ അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റും നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രവും വർഷങ്ങളോളം മമ്മൂട്ടിയുടെ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് കൊടുത്ത മാർക്കും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി സിനിമ ഒരു എതിരാളിയായ മമ്മൂട്ടി ആരാധകനല്ലാത്തൊരു വ്യക്തിയോട് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വടക്കൻ വീരഗാഥ അയാളുടെ പേരിലുണ്ടാകും, അയാൾ പറയുന്ന ഒരു സിനിമയുടെ പേരിലുണ്ടാകുമെന്നുള്ളതാണ്. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെ 15 തൊട്ട് 20 ലക്ഷം രൂപയോളമായിരിക്കും. അങ്ങനെ വന്നാൽ തന്നെ മികച്ച ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത്. സിനിമ 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കണക്കുകൾ പറയുന്നത് 50 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ഈ പറഞ്ഞ പോലെ റീമാസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും സിനിമ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിൽ വരുന്നതിനേക്കാൾ ഉപരി ഇത് പിന്നീട് OTTയും സാറ്റലൈറ്റും ഒക്കെ ആയിട്ടുള്ള എമൗണ്ടുകളിലേക്ക് പോകും. എങ്ങനെയാണെങ്കിലും ഇന്ന് നിർമ്മാതാക്കൾ ഈ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് എല്ലാം തന്നെ അവരുടെ കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തോടു കൂടിയാണ്. എന്തായാലും വടക്കൻ വീരഗാഥയെ നമുക്ക് ആ കൂട്ടത്തിലൊന്നുമല്ല കൂട്ടുന്ന ഒരു മലയാളിക്ക് എന്നും സ്വർഗ്ഗതുല്യമായ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗ്ഗതുല്യമായ സിനിമ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. അന്ന് കണ്ടവരുണ്ട്, ഇന്നൊരിക്കൽ കൂടെ കാണണമെന്ന് മോഹമുള്ളവരുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ പടം വിട്ട് പടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിച്ച് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു പോകുന്നവരുമുണ്ട്. എന്തായാലും നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒന്ന് സിനിമ തിയേറ്ററിൽ പോയി കാണുക. മികച്ച സിനിമ. നിങ്ങൾ ഒരുപക്ഷെ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയതായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചതിന് ശേഷം ഇറങ്ങിയതായിരിക്കാം. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവാം. ഒരിക്കൽ കൂടെ നല്ല ക്വാളിറ്റിയോടെ വരുന്ന ഈ ഒരു സിനിമ കാണാം എന്നുള്ളതാണ്. കാരണം ഇത് അമ്മാതിരി ഒരു സിനിമ തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഫാൻ ബേസിൻ്റെയോ കാര്യങ്ങളുടെയോ ആവശ്യമില്ല. നല്ല ഒരു സിനിമ കാണാൻ ഇക്കാലഘട്ടത്തിൽ കഴിഞ്ഞ 10-15 വർഷം എടുത്തു നോക്കിയാൽ മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ പോലും ഇല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ 25 വർഷം എടുത്തു നോക്കിയാൽ ഇങ്ങനെയുള്ള സിനിമകളില്ല. ഇനി ഒരു നൂറ്റാണ്ടിൽ എടുത്തു നോക്കിയാൽ ഇത്ര മനോഹരമായി ചെയ്തിരിക്കുന്ന വേറെ ഒരു സിനിമയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. കാരണം മലയാള സിനിമയുടെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ വടക്കൻ വീരഗാഥ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും സിനിമയുടെ കളക്ഷൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത്രത്തോളമാണ്. നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം. സിനിമ കണ്ടവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാം. ഗ്രേറ്റ് മീഡിയാസ്.